ഈ ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ മെഡിറ്റേഷൻ ഫലം കാണുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം മുൻപോട്ട് പോവുക. ഒന്നാമതായി, ഒച്ചയും ബഹളങ്ങളും ശല്യങ്ങളുമൊന്നുമില്ലാത്ത ശാന്തമായ ഒരിടത്താണ് നിങ്ങളായിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, നിങ്ങൾ ഇയർഫോൺ ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ലഭിക്കുന്നതിനും പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിനും നിങ്ങളെ സഹായിക്കും. മൂന്നാമതായി, ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനുണ്ടെങ്കിൽ മാത്രം ഈ മെഡിറ്റേഷൻ ചെയ്യുക. കാരണം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ ജീവിതം ഒരിടത്ത് സ്റ്റക്കായിപ്പോയി എന്ന് തോന്നുന്നതുകൊണ്ടാവാം നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ശ്രമിച്ചു, ക്ഷമയോടെ കാത്തിരുന്നു, പ്രതീക്ഷയോടെ ഒത്തിരി ദിവസങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞുപോയി. എന്നിട്ടും നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ സംഭവിച്ചില്ല. ഒരുപക്ഷേ അത് നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തിക നില, ബന്ധങ്ങൾ എന്നിവയിലാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഒരുതരം ശൂന്യതയുമാകാം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം, ഒരുപക്ഷേ ഇതാണ് എൻ്റെ വിധിയെന്ന്. എന്നാൽ ഈ നിമിഷം നിങ്ങൾ അറിയുകയാണ്, നിങ്ങൾ തകർന്നിട്ടില്ല. ഈ അവസ്ഥയിൽ നിങ്ങൾ എന്നേക്കുമായി തുടരേണ്ടതില്ല. നിങ്ങൾ സുരക്ഷിതരാണ്. ഒന്നിനും വേണ്ടി തിടുക്കം കൂട്ടേണ്ടതില്ല. ഈ മെഡിറ്റേഷൻ നിങ്ങളുടെ ഉള്ളിലെ സത്യം വെളിപ്പെടുന്നതിനാവശ്യമായ ശാന്തത നൽകുകയാണ്. നിങ്ങളുടെ കൈകൾ മടിയിൽ മൃദുവായി വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക, അല്ലെങ്കിൽ ശാന്തമായി താഴേക്ക് നോക്കുക. മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഈ നിമിഷങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സ്വയം അനുവദിക്കുക. നമുക്കൊരുമിച്ച് സാവധാനത്തിൽ 3 ദീർഘശ്വാസങ്ങളെടുക്കാം. ആഴത്തിൽ ശ്വാസമെടുക്കുക. വയറുമെല്ലെ ഉയരുന്നത് ശ്രദ്ധിക്കുക. സാവധാനം ശ്വാസം പുറത്തുവിടുക. നിങ്ങളുടെ പിരിമുറുക്കങ്ങളെല്ലാം അലിഞ്ഞില്ലാതാവട്ടെ. വീണ്ടും ശാന്തത ഉള്ളിലേക്ക് ശ്വസിക്കുക. ഭാരങ്ങളെല്ലാം പുറത്തേക്ക് വിടുക. അവസാനമായി പുതിയ സാധ്യതകളെ ഉള്ളിലേക്ക് ശ്വസിക്കുക. നിങ്ങൾ ഒരിടത്ത് കുടുങ്ങിപ്പോയി എന്ന ചിന്ത പുറത്തേക്ക് വിടുക. ഇനി നിങ്ങളുടെ താടിയെല്ലുകൾക്ക് അയവ് നൽകുക. തോളുകൾ ചെവികളിൽ നിന്നകറ്റി താഴേക്ക് അയച്ചിടുക. കൈകൾക്ക് അയവ് നൽകി സ്വതന്ത്രമായി വിശ്രമിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ നെഞ്ച് വിടരാനും ശ്വാസം സുഗമമായി ഒഴുകാനും അനുവദിക്കുക. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും സുരക്ഷിതമായി താങ്ങോടെ താഴെയുള്ള ഭൂമിയിലേക്ക് അലിഞ്ഞ് ഇരിക്കുന്നതായി സങ്കൽപ്പിക്കുക. കരയെ തഴുകുന്ന തിരമാലകൾ പോലെ നിങ്ങളുടെ ഉള്ളിലെ സമ്മർദ്ദവും പിരിമുറുക്കവും അലിഞ്ഞില്ലാതാവട്ടെ. ഇനി നിങ്ങൾ കുടുങ്ങിപ്പോയി എന്ന ആ തോന്നലിനെ കൈകളിൽ പിടിക്കാനാവുന്ന ഒരു വസ്തുവായി മനസ്സിൽ സങ്കൽപ്പിക്കുക. അതിനെ ഒരു കല്ലുപോലെയോ അല്ലെങ്കിൽ ഒരു കുരുക്ക് പോലെയോ
അല്ലെങ്കിൽ മൂടൽമഞ്ഞു പോലെയോ എന്തുപോലെയും ആവട്ടെ, അതിനെ കൈകളിൽ പിടിക്കാവുന്ന ഒരു വസ്തുവായി മനസ്സിൽ സങ്കല്പിക്കുക. അതിനെ നിരീക്ഷിക്കാൻ ആരംഭിക്കുക. എന്നിട്ട് ചോദിക്കുക, എന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത എന്നെക്കുറിച്ച് ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? അത് നിങ്ങൾ വർഷങ്ങളായി ചുമക്കുന്ന, ഒരിക്കലും ചോദ്യം ചെയ്യാത്ത ഒന്നായിരിക്കാം. എന്തുമാവട്ടെ, ഇന്ന് ആ ചോദ്യം ചോദിക്കുക. എന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത എന്നെക്കുറിച്ച് ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? അടുത്തതായി, ഇതാണ് എൻ്റെ വിധിയെന്ന് എന്നോട് പറയുന്നത് ആരുടെ ശബ്ദമാണ്? അത് ശരിക്കും എൻ്റേതാണോ? ചിലപ്പോൾ നമുക്ക് തോന്നുന്ന പരിമിതികൾ മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തതാകാം. കുടുംബം, സംസ്കാരം, സമൂഹം, ഇവയൊക്കെ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അല്പസമയം ചിലവഴിക്കുക. ഇനി ചോദിക്കുക, ഞാൻ കുടുങ്ങിപ്പോയിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എന്തു ചെയ്യുമായിരുന്നു? നിങ്ങളുടെ മനസ്സിനെ വിമർശനങ്ങളില്ലാതെ അലയാൻ അനുവദിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ്. ഇനി നിങ്ങളുടെ കൈകളിലെ ആ ഭാരമോ മൂടൽമഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ സങ്കല്പിച്ചിരിക്കുന്ന ആ വസ്തു അലിഞ്ഞു തുടങ്ങുന്നതായി സങ്കല്പിക്കുക. അത് നേർത്ത് ഒടുവിൽ പൂർണ്ണമായി അപ്രത്യക്ഷമാവുന്നു. ഇതാ, അത് ഒഴിഞ്ഞുപോയ ഇടത്ത് ഒരു പ്രകാശം തെളിയുകയാണ്. നമ്മുടെ പുതിയ സാധ്യതകളെ ഓർമ്മിപ്പിക്കുന്ന ശാന്തവും ഊഷ്മളവുമായ ഒരു പ്രകാശം. ആ പ്രകാശത്തിൽ നിങ്ങളുടെ ജ്ഞാനിയായ ആത്മരൂപമുണ്ട്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത നിങ്ങളുടെ തന്നെ ആത്മരൂപം, വളരെ ജ്ഞാനിയായ ആ രൂപത്തെ ഒന്ന് നോക്കിക്കാണുക. ജ്വലിക്കുന്ന പ്രകാശത്തിൽ നിങ്ങളുടെ ആ രൂപം നിൽക്കുകയാണ്. ചോദിക്കുക, ഒരു പുതിയ പാത എൻ്റെ ജീവിതത്തിൽ തുറക്കുന്നതിനായി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം എന്താണ്? അല്പസമയം ഈ ചോദ്യത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. അടുത്തതായി
എനിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഏത് ശക്തിയെയാണ് ഞാൻ മറന്നുപോയത്? നിങ്ങളുടെ സ്വന്തം ശബ്ദം ഓർമ്മിക്കുന്നതുപോലെ അത് തിരികെ വരുന്നത് അനുഭവിക്കുക. അവസാനമായി ഈ ചോദ്യം ചോദിക്കുക: മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? അത് കാണുക, അത് അനുഭവിക്കുക, അത് നിങ്ങളുടെ ഉള്ളിൽ യാഥാർത്ഥ്യമാവാൻ അനുവദിക്കുക. നിങ്ങൾ ദുർബലരല്ല. നിങ്ങൾ എവിടെയും കുടുങ്ങിപ്പോയിട്ടുമില്ല. നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിന് സാധിക്കും. ഈ വിശ്വാസത്തോടെ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അത് കൂടുതൽ അയവുള്ളതും സ്വതന്ത്രവുമായിരിക്കുന്നു. ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് ലഭിച്ചതെന്തായാലും, ഒരു ചിന്തയോ ചിത്രമോ അനുഭവമോ, അതിനെ മൃദുവായി മനസ്സിൽ സൂക്ഷിക്കുക. ധ്യാനം കഴിഞ്ഞ ശേഷം ആ അനുഭവം എഴുതിവെക്കാൻ സാധ്യമെങ്കിൽ കുറച്ച് സമയം കണ്ടെത്തുക. ഓർക്കുക, നിങ്ങളുടെ ജീവിതകഥ ആരും എഴുതി വച്ചിട്ടില്ല. പേന നിങ്ങളുടെ കൈകളിലാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ അധ്യായം തുടങ്ങാം. ഒരു ദീർഘശ്വാസമെടുക്കുക, പുറത്തേക്ക് വിടുക. ഈ അവസ്ഥയിൽ നിങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്രകാരം ചെയ്യാം. അല്ലെങ്കിൽ സാവധാനം കണ്ണുകൾ തുറക്കാം. ഈ ശാന്തമായ ഊർജം ഇന്നേ ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കുക.